സിമ്പിൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലെ കോംപ്ലക്സ് മെട്രിക് ടൈട്രേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലക്സ് മെട്രിക് ടൈട്രേഷൻ ആണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ എ ടൈപ്പ് ഓഫ് വോളിമെട്രിക് അനാലിസിസ് ഓൾസോ കോൾഡ് എസ് ചീലാറ്റോമെട്രിക് അനാലിസിസ്. ഇത് നമ്മൾ പറഞ്ഞ ചീലാറ്റോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയാറുണ്ട്. നോർമലി ഇതിൽ ചീലേറ്റിംഗ് ഏജന്റ് ആയ EDT ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത് ചീലാറ്റോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. സോ എൻ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? ഡിറ്റക്ടിങ് ബൈ ദ കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ ഡ്യൂ ടു കോംപ്ലക്സോമെട്രിക് റിയാക്ഷൻ. സോ കോംപ്ലക്സോമെട്രിക് റിയാക്ഷൻ കാരണം നടക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. സോ ഈ കളർ ചേഞ്ചിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷന്റെ എൻ പോയിന്റ് അറിയുന്നത്. ഇനി വേറെ മെത്തേഡും ഉണ്ട്, ലൈക് സ്പെക്ട്രോസ്കോപ്പി, ആംബ്രോമെട്രി, പൊട്ടൻഷ്യോമെട്രി, ഹൈ ഫ്രീക്വൻസി ടൈട്രേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് മെറ്റൽ അയൺ മിക്സ്ചർ ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ മെറ്റൽ അയോൺസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് രീതിയാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. അത് മാത്രമല്ല ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ സ്പെസിഫിക് കളർ ചേഞ്ച് അറ്റ് ദ എൻഡ് പോയിന്റ് സിഗ്നൽ കംപ്ലീഷൻ ഓഫ് ദ ടൈട്രേഷൻ. സോ ടൈട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയുന്നത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന കളർ അനുസരിച്ചിട്ടായിരിക്കും. സോ നമുക്കറിയേണ്ടത് കോംപ്ലക്സിങ് ഏജൻസ് ഏതൊക്കെയാണ്, ലൈക്ക് ഈ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന കോംപ്ലക്സിങ് ഏജൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ചീലറ്റോമെട്രിക് ടൈട്രേഷനിലെ ഏജൻസ് ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് EDTA, എത്തിലൻ ഡൈ അമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. സോ 4 കാർബോക്സിലിക് ഗ്രൂപ്പ് വിത്ത് 2 അമൈൻ ഗ്രൂപ്പ്സ് ആണുള്ളത് ആൻഡ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺ പ്രൈസ്. സോ കെമിക്കൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് EGT ആണ്, എത്തിലിൻ ഗ്ലൈക്കോൾ ബിസ് ആണ്, അല്ലെങ്കിൽ അമിനോ എഥൈൽ ഈഥർ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. സോ സെലക്റ്റീവ് ഫോംസ് കോംപ്ലക്സ് വിത്ത് കാൽഷ്യം അയൺ. സോ കാൽഷ്യം അയോൺസ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ EGTA കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. സോ ലോ അഫിനിറ്റി ഫോർ മെഗ്നീഷ്യം കമ്പയർഡ് ടു EDTA വെച്ച് നോക്കുവാണെങ്കിൽ മെഗ്നീഷ്യത്തിനോട് കുറച്ച് അഫിനിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എത്തിലിൻ ഡൈ അമൈൻ ആണ്, മറ്റത് എത്തിലിൻ ഡൈ അമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈക്ക് കോപ്പർ പോലുള്ളതാണ്. ചീലേറ്റിംഗ് ഏജന്റ് ദാറ്റ് ഫോം ചീലേറ്റ്സ് ഫോം ചെയ്യുന്നത് ലൈക്ക് വിത്ത് കോപ്പർ അയോൺസ് ഒക്കെ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മാസ്കിംഗ് ആൻഡ് ഡീമാസ്കിംഗ് റീജിയൻ. എന്താ മാസ്കിംഗ് ആൻഡ് ഡീമാസ്കിംഗ്? മാസ്കിംഗ് എന്ന് വെച്ചാൽ എന്തോ മാസ്ക് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഫെസിലിറ്റേറ്റ് സെലക്റ്റീവ് എസ്റ്റിമേഷൻ ഓഫ് 2 or more മെറ്റൽ ഇൻ എ സൊല്യൂഷൻ. കണ്ടോ, ഒരു സൊല്യൂഷനിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെറ്റൽസ് ഉണ്ടെങ്കിൽ അത് സെലക്റ്റീവ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ആൻഡ് ദേ ഫോം സ്ട്രോങ്ങർ കോംപ്ലക്സ് വിത്ത് മെറ്റൽ ദാറ്റ് ദ ടൈട്രേഷൻ അണ്ടർ ദ ഗിവൺ കണ്ടീഷൻ. സോ സ്ട്രോങ്ങർ കോംപ്ലക്സ് ആയിരിക്കും ഒരു സർട്ടൻ കണ്ടീഷൻ, സ്പെസിഫിക് കണ്ടീഷനിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രൈ എഥനോലമൈൻ ഫോർ അലുമിനിയം ആൻഡ് അയൺ, തയോഗ്ലിസറോൾ ഫോർ കോപ്പർ, പൊട്ടാസ്യം സയനൈഡ് ഫോർ ഹെവി മെറ്റൽ ലൈക്ക് കാഡ്മിയം, സിങ്ക് ഒക്കെ മെർക്കുറി ഒക്കെയാണ്. ആൻഡ് അമോണിയം ഫ്ലൂറൈഡ് ഫോർ അയൺ ആൻഡ് അലുമിനിയം. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, സയനൈഡ് അയോൺസ് എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് മാസ്ക് ആൽക്കലൈൻ എർത്ത്, മെഗ്നീഷ്യം ഓർ ലെഡ്. സോ അതാണ് സയനൈഡ് അയോൺസ് ഈ ആൽക്കലൈൻ എർത്തോ മെഗ്നീഷ്യമോ അല്ലെങ്കിൽ ലെഡിനോ എന്ത് ചെയ്യില്ല, ഒരിക്കലും മാസ്ക് ചെയ്യില്ല. അപ്പൊ മനസ്സിലായില്ലേ, ബേസിക്കലി 2 കൂടുതൽ മെറ്റൽസ് ആണ്. ഇത് ഇത്രയും പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചേ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇച്ചിരി എലാബറേറ്റ് എഴുതാൻ പറ്റുള്ളൂ, ഡിഗ്രിക്കാർക്കൊക്കെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. കാര്യം ഇത് എഴുതിയിട്ട് വേണം, എഴുതി നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡീമാസ്കിംഗ് ഏജൻസ് ആണ്. ബ്രേക്ക് മെറ്റൽ അയൺ കോംപ്ലക്സിംഗ് ഏജന്റ് സ്റ്റേബിൾ കോംപ്ലക്സ്. കണ്ടോ എന്താ ചെയ്യുന്നത്, മെറ്റൽ അയൺ കോംപ്ലക്സിംഗ് ഏജന്റിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് മെറ്റൽ അയൺ കോംപ്ലക്സിംഗ് ഏജന്റ് സ്റ്റേബിൾ കോംപ്ലക്സ്. സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുവാണ് ചെയ്യുക. എക്സാമ്പിൾ മെഥനോൾ അസറ്റിക് ആസിഡ് കോംപ്ലക്സ്, ഡീമാസ് സൈനൈഡ് കോംപ്ലക്സ് ഓഫ് സിങ്ക് ആൻഡ് കാഡ്മിയം. സിങ്കിന്റെയും കാഡ്മിയത്തിന്റെയും ബ്രേക്ക് ചെയ്യാറുണ്ട്. ആൻഡ് 3:1 റേഷ്യോ ഓഫ് മെഥനോൾ ടു അസറ്റിക് ആസിഡ് ആണ്. ആൻഡ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ, സെപ്പറേറ്റ് സിങ്ക് ഫ്രം ലെഡ് ആൻഡ് കോപ്പർ മിക്സ്ചർ യൂസിങ് അമോണിയം തയോസൈനേറ്റ്. അമോണിയം തയോസൈനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ലെഡും കോപ്പർ മിക്സ്ചറിൽ നിന്നും സിങ്കിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫോർമാൽഡിഹൈഡ് ആണ്, ഡീമാസ് സൈനൈഡ് കോംപ്ലക്സ് ഓഫ് സൈനേഡിയം ആൻഡ് സിങ്ക്. സോ എന്ത് ചെയ്യുന്നു, സൈനേഡിയം സിങ്കിന്റെയും കോംപ്ലക്സിനാണ് എന്ത് ചെയ്യുന്നു, സൈനൈഡ് ഡീമാസ്ക് ചെയ്യുന്നു. ഡീമാസ് സൈനൈഡ് കോംപ്ലക്സ് ഓഫ് ഞാൻ തിരിച്ചാ പറഞ്ഞത്. സോ സൈനേഡിയം കോംപ്ലക്സിനെ ഡീമാസ് സൈനേഡിയം കോംപ്ലക്സ് ഓഫ് കാഡ്മിയം ആൻഡ് സിങ്ക്, കാഡ്മിയത്തിന്റെയും സിങ്കിന്റെയും എന്ത് ചെയ്യുന്നു, സൈനൈഡിയം കോംപ്ലക്സിനെ ഡീമാസ്ക് ചെയ്യുന്നു. ആൻഡ് ക്ലോറൽ ഹൈഡ്രേറ്റ് ആണ്, നമ്മൾ ഫോർമാൽഡിഹൈഡ് ഫോർ സൈനൈഡ് കോംപ്ലക്സ് പറഞ്ഞില്ല, അതേപോലെ സിമിലർ യൂസ്, വേറെ വ്യത്യാസമൊന്നുമില്ല.
അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കോംപ്ലക്സോമെട്രി ടൈട്രേഷൻ. സോ കോംപ്ലക്സോമെട്രി ടൈട്രേഷനിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? നോൺ എസ് മെറ്റൽ അയൺസ്, മെറ്റലോക്രോമിക് അയൺസ് ആൻഡ് PM ഇൻഡിക്കേറ്റേഴ്സ്. സോ പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുന്നവർ ശ്രദ്ധിച്ചോളാം. സോ ഫംഗ്ഷൻസ് പറയുവാണെങ്കിൽ റെസ്പോൺസ് ടു മെറ്റൽ അയൺസ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇവിടെ ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ അല്ല, ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ റെസ്പോൺസ് ടു മെറ്റൽ അയൺസ് ആണ്. മെഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ ഒക്കെയാണ് ആസ് ഇൻ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ. സോ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എങ്ങനെയാണ് അതുപോലെ. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കോംപ്ലക്സോമെട്രി ടൈട്രേഷൻ, എരിയോക്രോം ബ്ലാക്ക് ടീ ഉണ്ട്, അതർ നെയിം സോളോക്രോം BT, മോഡേൺ ബ്ലാക്ക് 2 ഓർ EDT ആണ്. സോ കെമിക്കൽ നെയിം സോഡിയം 6-nitro-naphthol-4 സൾഫേറ്റ് ആണ്. സോ ബിഹേവിയർ അസിഡിക് pH റെഡ് കളർ, ന്യൂട്രൽ ടു ബേസിക് pH എങ്കിൽ ബ്ലൂ കളർ, ഹൈലി ബേസിക് pH എങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച് കളർ. സോ ഇത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ ഡിഗ്രിക്കാർ ശ്രദ്ധിച്ചോളാം, ബിക്കോസ് നമ്മൾ ബേസിക് എൻ പോയിന്റ്സ് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് കാൽമാജൈറ്റ് ആണ്. സോ സ്റ്റേബിൾ ഇൻ അക്വ സൊല്യൂഷൻ ക്യാൻ റിപ്ലേസ് എരിയോക്രോമേറ്റ് ബ്ലാക്ക് ടീ. സോ എന്താണ്, സ്റ്റേബിൾ ആണ്, അക്വ സൊല്യൂഷനിൽ സ്റ്റേബിൾ ആണ്, ആൻഡ് ഓൾസോ ക്യാൻ റിപ്ലേസ് എരിയോക്രോം ബ്ലാക്ക് ടീ. സോ ബിഹേവിയേഴ്സ് ഇൻ ഡിഫറെന്റ് pH റേഞ്ച് പറയുവാണെങ്കിൽ അസിഡ് റേഞ്ചിൽ റെഡ് കളർ, ന്യൂട്രൽ ടു ബേസിക് ആണെങ്കിൽ ബ്ലൂ കളർ, ഹൈലി ബേസിക് ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് കളർ. സോ പറ്റുന്നവരൊക്കെ എൻ പോയിന്റ് പഠിച്ചു വെക്കുക, ബിക്കോസ് നമുക്ക് മൂന്നെണ്ണേ ഉള്ളൂ, എല്ലാം സെയിം, ആസിഡ്, ന്യൂട്രൽ ആൻഡ് ഹൈ ബേസിക് മൂന്നും സെയിം ആണ്, ആൻഡ് ദ എൻ പോയിന്റ് വിൽ ബി ഡിഫറെന്റ്. സോ അതനുസരിച്ച് നിങ്ങൾ നോക്കിയത് പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് മിറക്സൈഡ് ആണ്. സോ കെമിക്കൽ നെയിം അമോണിയം സോൾട്ട് ഓഫ് പെർപ്യൂരിക് ആസിഡ്. സോ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഈ മ്യൂറാക്സിഡ് എന്താണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഡിഫറെന്റ് pHലാണെങ്കിൽ റെഡ്, വയലറ്റ്, ബ്ലൂ കളറാണ് മൂന്നും ഉള്ളത്. റെഡ്, വയലറ്റ്, ബ്ലൂ ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഓരോന്നിലും ഓരോ ഡിഫറെന്റ് കളറാണ്. സോ ആസിഡിൽ രണ്ടും റെഡ് കളറാണ്, ആൻഡ് ന്യൂട്രൽ ടു ബേസിക്കിലും ബ്ലൂ കളറാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ മാത്രമാണ് ഡിഫറെന്റ് വരിക, ആൻഡ് ഹൈലി ബേസിക്കിൽ മാത്രമാണ് എന്ത് എരിയോക്രോമിൽ യെല്ലോ ഓറഞ്ച് കളർ വരുന്നത്. ഇവിടെ ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കാൽക്കോൺ ആണ്. അതർ നെയിം സോളോക്രോം ഡാർക്ക് ബ്ലൂ, എരിയോക്രോം ബ്ലാക്ക് ബ്ലൂ ആണ്. സോ ലിമിറ്റ് ടു pH 3 to upward interfere from magnesium ion. സോ ഇവിടെ മെഗ്നീഷ്യം അയോൺസ് മേ ബി ഈ കാൽക്കോണിന് ഇന്റർഫിയർ ചെയ്യാം, അതുകൊണ്ട് തന്നെ നമ്മൾ 12.3 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാറ്റക്കോൾ വയലറ്റ് ആൻഡ് അതർ നെയിം പൈറോ കാറ്റക്കോൾ വയലറ്റ് ആണ്, ആൻഡ് കെമിക്കൽ നെയിം കാറ്റക്കോൾ സൾഫോ നെഫ്തലിൻ ആൻഡ് ടെട്രാ പ്രോയിറ്റിക് ആസിഡ് എന്നും പറയാറുണ്ട്. സോ ഇത് ഇങ്ങോട്ട് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് കുറഞ്ഞ വരുന്നത്. ഈ മ്യൂറിക് ആസിഡ് വരെ എന്തെങ്കിലും പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ആൻഡ് സൈലിനോൾ ഓറഞ്ച് ആണ്. സ്യൂട്ടബിൾ ആസ് ആൻ ഇൻഡിക്കേറ്റർ ഇൻ കോംപ്ലക്സോമെട്രി ടൈട്രേഷൻ. സോ കോംപ്ലക്സോമെട്രി ടൈട്രേഷനിൽ വളരെ സ്യൂട്ടബിൾ ആണ്. ആൻഡ് പിഡറസോളിൻ നാഫ്തലിൻ PAN കളേർഡ് റിയാക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ആണെങ്കിൽ റെഡ് കളർ, ആബ്സെൻസ് ഓഫ് കോപ്പർ ആണെങ്കിൽ യെല്ലോ കളർ. സോ ഇവിടെ കളർ അനുസരിച്ചിട്ടാണ് നമുക്ക് ബേസിക്കലി പ്രസൻസ് ഓഫ് കോപ്പർ അയൺ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് PAN കേട്ടോ. സോ പൈറിഡലസോൺ നാഫ്തലോൾ ആണ് PAN. സോ ബേസിക്കലി കളേർഡ് റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ അയൺ ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കോപ്പർ അയൺ. സോ ടൈപ്പ് ഓഫ് കോംപ്ലക്സോമെട്രി ടൈട്രേഷൻ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഡയറക്ട് ടൈട്രേഷൻ ആണ്. ഡയറക്ട് ടൈട്രേഷൻ എങ്ങനെ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ചിലേറ്റിംഗ് സൊല്യൂഷൻ ഈസ് ആഡ് ഡയറക്ട്ലി ടു ദ മെറ്റൽ അയോൺ സൊല്യൂഷൻ അണ്ടിൽ ദ എൻ പോയിന്റ് ഇസ് ഡിറ്റക്റ്റഡ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ചിലേറ്റിംഗ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ ഡയറക്ട്ലി മെറ്റൽ അയൺ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ മെറ്റൽ അയണിക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ചിലേറ്റിംഗ് ഏജന്റ് ഉണ്ടായിരിക്കും, നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, എൻ പോയിന്റ് എന്താണോ കാണുക അതനുസരിച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ നോട്ട് സൂട്ടബിൾ ഫോർ സ്ലോ കോംപ്ലക്സേഷൻ റിയാക്ഷൻ ഓർ വെൻ ഇന്റർഫിയർ ഓഫ് അതർ അയൺ occurs. സോ ഇപ്പോൾ സ്ലോ ആയിട്ടാണ് കോംപ്ലക്സേഷൻ റിയാക്ഷൻ നടക്കുന്നത് വെച്ചോളൂ, അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എൻ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല, പയ്യെ ആയിരിക്കും എൻ പോയിന്റ് കിട്ടുന്നുണ്ടാവുക. ആൻഡ് അത് മാത്രമല്ല വേറെ അയോൺസ്, ഇപ്പം നമ്മൾ ചിലടത്ത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പം മെർക്കുറി അയൺ ഇന്റർഫിയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെ. സോ ടൈട്രേഷൻ ഓഫ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഓർ കാൽഷ്യം ലാക്റ്റേറ്റ് വിത്ത് EDT എന്ന് പറയുമ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം പ്ലസ് EDT ഗീവ്സ് കാൽഷ്യം EDT ആണ്. കണ്ടോ, ഇവിടെ കാൽഷ്യം EDT കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ കാൽഷ്യം EDT കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് എന്ത്, എൻ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാക്ക് ടൈട്രേഷൻ ആണ്. സോ മെത്തേഡ് പറയുവാണെങ്കിൽ എക്സസ് EDT ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് മെറ്റൽ അയോൺസ്. കണ്ടോ, എക്സസ് ആയിട്ടുള്ള EDT നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ കണ്ടെയ്നിങ് മെറ്റൽ അയോൺസ്. സോ മെറ്റൽ അയോൺസ് ഉള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ എക്സസ് ആയിട്ടുള്ള EDT ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് EDT ഈസ് ട്രൈറ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് മെറ്റൽ അയോൺ സൊല്യൂഷൻ. ബാക്കി വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് മെറ്റൽ അയൺ സൊല്യൂഷൻ വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നു.
ടൈട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിറ്റർമൈനിങ് ഓഫ് Mn2+ നോട്ട് ഡയറക്ട്ലി ടൈട്രേറ്റഡ് വിത്ത് EDTA ഡ്യൂ ടു MnOH2 precipitation. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ Mn2+ ഡയറക്ട്ലി നമ്മൾ ടൈട്രേഷൻ ചെയ്ത പോലെ ചെയ്യത്തില്ല. റീസൺ എന്താ വെച്ചാൽ MnOH2 precipitate ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം എക്സസ് ആയ EDT ഓഫ് കണ്ടെയ്നിങ് മെറ്റൽ അയോൺസിനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡ് മെറ്റൽ അയൺ സൊല്യൂഷൻ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. സോ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് Mn2+ എക്സസ് EDT ആണെങ്കിൽ MnEDTA+ റിമൈനിങ് EDT ഉണ്ടാവും. റിമൈനിങ് EDT ആണെങ്കിൽ സിങ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ സിങ്ക് EDT ഫോം ചെയ്യും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നടക്കുന്നുണ്ട്, സിങ്ക് EDT ആൻഡ് MnEDT. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇത് ഇലാബറേറ്റ് എഴുതണം, നമ്മുടെ സംഭവങ്ങളും എല്ലാം കൂടെ വെച്ച് ഇലാബറേറ്റ് നമ്മൾ എഴുതാൻ തന്നെ വേണം. ആൻഡ് റിപ്ലേസ്മെന്റ് ടൈട്രേഷൻ ഉണ്ട്. സോ മെത്തേഡ് പറയുവാണെങ്കിൽ the metal ion being analyzed displaced another metal from its complex. കണ്ടോ, ദ മെറ്റൽ അയൺ ബീയിങ് അനലൈസ്ഡ്. അപ്പം മെറ്റൽ അയൺസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു ബൈ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ ഫ്രം ഇറ്റ്സ് കോംപ്ലക്സ്. കോംപ്ലക്സിൽ നിന്ന് വേറൊരു മെറ്റലിനെ മാറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഗ്നീഷ്യം EDT, സിങ്ക് EDT ഒക്കെയാണ് എക്സാമ്പിൾ. ദ ഡിസ്പ്ലേസ് മെറ്റൽ ഈസ് ട്രൈറ്റഡ് വിത്ത് EDT. ഏതാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത് അതാണ് EDT ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം, മെറ്റൽ അയൺസ് ബീയിങ് അനലൈസ്ഡ് ഡിസ്പ്ലേസ് അനദർ മെറ്റൽ ഫ്രം ഇറ്റ്സ് കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് ഉണ്ടാവും, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, EDT വെച്ച് ടൈട്രേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ Mn2+ ഡിസ്പ്ലേസ് Mg2+ ഫ്രം MgEDT. കണ്ടോ, മെഗ്നീഷ്യം മിഡിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. റിയാക്ഷൻ നോക്കാം, Mn2+ MgEDTA ഗീവ്സ് MnEDTA+ Mg2+. ഇവിടെ നോക്കിയേ, കണ്ടോ, Mn2+ Mg, നമ്മൾ ഇവിടെ നിന്ന് Mgനെ റിമൂവ് ചെയ്തു, Mn കേട്ടിട്ട് Mg റിമൂവ് ചെയ്തു. ആൻഡ് Mgനെ നമ്മൾ EDT വെച്ച് റിയാക്ട് ചെയ്ത് കോംപ്ലക്സേഷൻ ചെയ്തിട്ട് നമ്മൾ എന്താണ് എൻ പോയിന്റ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിസ്പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഇൻഡയറക്റ്റ് ടൈട്രേഷൻ ആണ്. യൂസ്ഡ് ഫോർ അയോൺസ് ദാറ്റ് ഡു നോട്ട് റിയാക്ട് ഡയറക്ട്ലി വിത്ത് EDTA. നമ്മൾ EDTA കൊടുത്താൽ നമുക്ക് ഡയറക്ട്ലി റിയാക്ഷൻ കിട്ടാത്ത സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡയറക്റ്റ് ടൈട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡറി റിയാക്ഷൻ ഉണ്ടായിരിക്കും. സോ കോംപ്ലക്സേഷൻ വിത്ത് അനദർ അയോൺ ലൈക്ക് Hg2+ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ അനലൈറ്റ്. സോ ഇവിടെ ഒരു സെക്കൻഡറി റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ പോയിന്റ് എപ്പോഴും തിരിച്ചറിയുന്നത്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബാർബിറ്റുറേറ്റ് ഫോം എ കോംപ്ലക്സ് വിത്ത് Hg2+. സോ ബാർബിറ്റുറേറ്റ് Hg2+ കോംപ്ലക്സുമായിട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് ദ കോംപ്ലക്സ് ഇസ് ടൈറ്റഡ് വിത്ത് EDTA ടു ഡിറ്റർമൈൻ ദി ബാർബിറ്റുറേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ എത്ര EDTA അവിടെ കോംപ്ലക്സ് ഫോം ചെയ്തു എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർബിറ്റുറേറ്റിന്റെ കോൺസെൻട്രേഷൻ അറിയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉപ്പുണ്ട്, വെള്ളമുണ്ട്, അപ്പൊ എത്ര ഉപ്പ് ആ വെള്ളത്തിൽ കലർന്നു, എത്ര കലർന്നില്ല എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ അറിയുന്നത് പോലെ. ബാർബിറ്റുറേറ്റ് Hg+ EDTA ഗീവ്സ് Hg-EDTA. കണ്ടോ, മെർക്കുറിക് EDTA കിട്ടും, ബാക്കി വരുന്നത് ബാർബിറ്റുറേറ്റ്സ് ആയിരിക്കും. ഓൾറെഡി ബാർബിറ്റുറേറ്റ്സ് കോംപ്ലക്സ് ആയിട്ട് നിൽക്കുക അല്ലേ, അതിനോട് EDTA കൊടുക്കുമ്പോൾ Hgക്ക് EDTയുടെ അഫിനിറ്റി ഉണ്ടാവുകയും അങ്ങനെ എന്തെങ്കിലും ബാക്കി ബാർബിറ്റുറേറ്റ്സ് വരികയും ചെയ്യുകയാണെന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒന്നുമില്ല. ഒരു ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചാൽ നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. ഈ ബേസിക് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനും പറ്റില്ല, കാരണം ഇത് പഠിച്ചാൽ മാത്രമേ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ക്ലാസ് കേൾക്കുക, നമ്മുടെ റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.